പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ നോക്കാം. ഞാനിപ്പോൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ള വാക്കുകളും പക്ഷെ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയണം നമുക്ക് കൺഫ്യൂഷൻ ഉള്ള വാക്കുകളുമാണ്. കടം വാങ്ങുക, കടം വാങ്ങി, കടം വാങ്ങും, കടം നൽകുക, കടം നൽകി, കടം നൽകും, ചിലവാക്കുക, ചിലവാക്കി, ചിലവാക്കും. ഈ വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം. കടം വാങ്ങുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ബോറോ എന്നാണ്. ബോറോ, BORRO, ബോറോ. ഇനി പണം കടം വാങ്ങുക എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? പണത്തിന് നമ്മൾ മണി എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ബോറോ മണി എന്ന് നമുക്ക് പറയാം. പണം കടം വാങ്ങുക എന്നുള്ള രീതിയിൽ ബോറോ മണി. ഇനി കടം വാങ്ങി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കടം വാങ്ങി. കടം വാങ്ങി എന്നുള്ളതിന് നമുക്ക് ബോറോഡ് എന്ന് പറയാം. ബോറോഡ്, BORROWED. ഇപ്പൊ ഞാൻ പണം കടം വാങ്ങി എന്നെങ്ങനെ പറയും? I borrowed money. ഈ മണി എന്നുള്ളതിന് പകരം എന്താണോ നമ്മൾ കടം വാങ്ങിയത് അത് നമുക്ക് പറയാം. I borrowed a pen. ഞാനൊരു പേന കടം വാങ്ങി, അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ. ഇനി കടം വാങ്ങും, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മുന്നേ ഒരു വിൽ ഇട്ട് കൊടുക്കും. അതായത് ആ വാക്കിന് മുന്നേ വിൽ എന്നുള്ളത് ഇട്ട് കൊടുക്കും. അപ്പൊ കടം വാങ്ങും എന്നുള്ളതിന് നമ്മൾ വിൽ ബോറോ എന്ന് പറയും. വിൽ ബോറോ എന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മൾ ചെയ്യും എന്നാണ്. അപ്പൊ ഞാൻ പണം കടം വാങ്ങും എന്നെങ്ങനെ പറയും? I will borrow money. ഓക്കെ. ഇനി അടുത്ത വാക്ക് കടം നൽകുക. കടം നൽകുക ഇതെങ്ങനെ പറയും? കടം വാങ്ങുക എന്നുള്ളതിന് ബോറോ, കടം നൽകുക എന്നുള്ളതിന് നമ്മൾ ലെൻഡ് എന്നാണ് പറയാ. ലെൻഡ്, LEND, ലെൻഡ് എന്ന് വെച്ചാൽ കടം നൽകുക. ഇപ്പം പണം കടം നൽകി എന്നുള്ളത്, നൽകുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? പണം കടം നൽകുക, ലെൻഡ് മണി എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി കടം നൽകി എന്നുള്ളതിന് പറയുന്നത് എന്താ? ലെൻഡ് എന്ന് പറയും. ലെൻഡ്, അതായത് ഇവിടുത്തെ D മാറിയിട്ട് T ആകും. ലെൻഡ് എന്ന് വെച്ചാൽ കടം നൽകി. അപ്പം ഞാൻ പണം കടം നൽകി എന്ന് I lent money എന്ന് പറയാം. അതായത് കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ. കടം നൽകി കഴിഞ്ഞു. അപ്പം I lent money. ഇനി കടം നൽകും എന്നുള്ളതിന് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്നുള്ളതിന് നമ്മൾ മുന്നേ ഒരു വിൽ ഇട്ട് കൊടുത്താൽ മതി. വിൽ ലെൻഡ്. വിൽ ലെൻഡ്. ഞാൻ പണം കടം നൽകും എന്നെങ്ങനെ പറയും? I will lend money. ഓക്കെ. ഇവിടെ പണം എന്ന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ മണി എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് വേണേൽ എഴുതാം. ഇപ്പൊ ഞാൻ ആപ്പിള് കടം വാങ്ങി എന്നാണെങ്കിൽ I borrowed ആപ്പിൾ എന്ന് പറയാം. ആപ്പിള് കടം നൽകി എന്നാണെങ്കിൽ I lent ആപ്പിൾ എന്ന് പറയാം. ഓക്കെ. അപ്പം എന്താണോ നിങ്ങൾ കടം നൽകിയത് അല്ലെങ്കിൽ കടം വാങ്ങിയത് അത് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇന്നത് തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി ചിലവാക്കുക, അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? ചിലവാക്കുക അതിന് നമ്മൾ സ്പെൻഡ് എന്ന് പറയും. SPEND, സ്പെൻഡ്. ഓക്കെ. പണം ചിലവാക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? സ്പെൻഡ് മണി എന്ന് പറയും. സ്പെൻഡ് മണി. ഇനി പണം ചിലവാക്കി എന്നെങ്ങനെയാ പറയാ? പണം ചിലവാക്കി അതിന് നമ്മൾ സ്പെൻഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ D മാറ്റിയിട്ട് നമ്മളവിടെ SPENT ആവും. സ്പെൻഡ്. ഓക്കെ. ഇനി ഞാൻ പണം ചിലവാക്കി എന്നെങ്ങനെ പറയും? I spent money. ഓക്കെ. I spent money. ഇനി സമയം ചിലവാക്കി എന്നാണെങ്കിലോ I spent time എന്ന് പറയും. ഓക്കെ. ഇനി ഞാൻ ഇനി തൊട്ട് തുടങ്ങി, കുഴപ്പമില്ലല്ലോ. ഇനി ചിലവാക്കും എന്നെങ്ങനെ പറയും? നമ്മളൊരു കാര്യം ചെയ്യും എന്ന് പറയാനായിട്ട് നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം വിൽ സ്പെൻഡ്. അപ്പൊ ഞാൻ പണം ചിലവാക്കും എന്നെങ്ങനെ പറയും? I will spend money. ഇവിടെ ഞാൻ സമയം ചിലവാക്കും എന്നാണെങ്കിലോ I will spend time എന്ന് നമുക്ക് പറയാം. അപ്പൊ ഏതാണോ നമ്മുടെ വാക്ക്
എന്താണോ നമ്മൾ ചിലവാക്കും എന്ന് പറയുന്നത് അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും നമ്മൾ എന്ത് കടം വാങ്ങും എന്നാണ്, എന്ത് കടം നൽകും എന്നാണ്, അതൊക്കെ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം. ഞാനൊരു ഉദാഹരണമായിട്ട് ഇപ്പം മണി എന്നുള്ള വാക്ക് യൂസ് ചെയ്തേ ഉള്ളൂ. നമ്മളിവിടെ ഇന്ന് 9 വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോമെന്റിൽ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് സംശയമുള്ള വാക്കുകൾക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കോമെന്റിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഞങ്ങളെ ഫോളോ ചെയ്യാം. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മിത്രനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള സമയത്ത് പഠിക്കുന്ന രീതിയിൽ കോഴ്സസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mitra. Stop worrying, start learning.